ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ അദ്വൈത ദീപികയിലെ 2 ശ്ലോകം ചെറിയ രീതിയിലൊന്ന് വായിച്ചു പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഗഹനമായ വിശകലനവും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് സാധിക്കാത്തത് കൊണ്ടാണ് അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. 3-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു വീണ്ടും ഇതിൻ്റെ മറ്റൊരു ഉദാഹരണത്തിലൂടെ നമ്മളെ അറിവിലേക്ക് ഉണർത്തുവാനുള്ള ശ്രമമാണ്. അത് ഗുരു പറയുന്നത് വാസസ്സു തന്തുവിതു പഞ്ഞീതാദിമൂല ഭൂതപ്രഘാതമിതോർക്കുകിൽ ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഇവിടെ വാസസ് തന്തു ഇത്. വാസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ വസ്ത്രമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം വാസസ്. അത് തന്തു, അത് ഓരോ നൂലുകളാണ്. പഞ്ഞി ഇത് ആദിമൂലം ഭൂതപ്രഘാതം. അപ്പോൾ ഒരു വസ്ത്രമെന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെ അവിടെ പിരിച്ചു വേറാക്കി നോക്കുകയാണ്. അത് നമ്മളിപ്പോൾ കാണുന്നത് വസ്ത്രമെന്ന് പറയുന്നത്. അത് ഏതവസ്ഥയിലിരിക്കുമ്പോഴും വസ്ത്രം തന്നെ ആയിരിക്കണമല്ലോ. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അതിനെ അതിലുള്ള നൂലിനെ എല്ലാം വേർപെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൂലെന്നേ പറയാറുള്ളൂ. പിന്നെ വസ്ത്രമൊന്നും അതിനെ പറയാറില്ല. അതൊരു പ്രത്യേക രീതിയിൽ നൂലുകളെ ഇഴ ചേർത്ത് നിർമ്മിക്കുമ്പോഴാണ് ഒരു വസ്ത്രമാകുന്നത്. പക്ഷേ തനിയെ നൂല് നമ്മളതിന് വസ്ത്രമൊന്നും പറയാറുമില്ല. ഇനി അതിനെയും നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോഴോ, നൂലിനെ നമ്മൾ പിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് പഞ്ഞിയാവും. ആ പഞ്ഞിനെയും വിശകലനം ചെയ്ത് നോക്കുമ്പോഴോ അത് പിന്നെ ഭൂതപ്രഘാതം, അത് ആറ്റംസിലേക്ക് പോകും. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണൊക്കെ ആയി മാറും. അതിനെയും നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോഴോ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സൂക്ഷ്മമായ തലത്തിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവിടെയാണ് അത് ചൈതന്യം, നിജബോധം, അഖണ്ഡബോധം എന്നൊക്കെ പറയുന്നത്, പരമാവധി ബോധം. അപ്പോൾ ഇത് നമ്മളിതിന് ഏതൊരു നമ്മുടെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഏതൊരു പദാർത്ഥത്തെയും നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് അല്ലെങ്കിൽ എനർജിയിലേക്ക് അത് മാറും. അങ്ങനെ ഇതിനെ വിശകലനം അപ്പോൾ മാത്രമാണ് ഈ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ല എന്ന് ഗുരു പറഞ്ഞതും നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നതും ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ അതൊക്കെ ഒരു രണ്ടാംകിട അറിവ് മാത്രമായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രം പറയുന്നു H2O എന്ന് നമ്മൾ പറയും, അവർ പറഞ്ഞ് നമ്മളെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളതൊരു തിയറി മാത്രമാണ്. നമുക്ക് നേരിട്ട് അതിന് ഹൈഡ്രജനെയും ഓക്സിജനെയും കൂട്ടിച്ചേർത്ത് നമ്മളാരും ജലം ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെ അതിന് കൂട്ടിച്ചേർക്കുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് സയൻസ് പറയുന്നു. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ല എന്ന് എന്തുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, അതേത് രീതിയിലാണ് സത്യമല്ലാതെ ഇരിക്കുന്നത് എന്ന് അവർ നമ്മളോട് എടുത്തു പറയുകയാണ്. അതിൻ്റെ രീതിയാണ് പറയുന്നത്. കാരണം എത്രമാത്രം അത് ജഡമാണ് എന്ന് പറയുമ്പോഴും അതിനെ നമ്മളിങ്ങനെ പിരിച്ചു നോക്കുകയാണ്. പിരിച്ചു നോക്കുമ്പോഴാണ് അത് വളരെ നമ്മളീ പറയുന്ന രീതിയിൽ ഒന്നുമല്ല അതിൻ്റെ സത്ത. അപ്പോൾ ഭൂതപ്രഘാതം ഇത് ഓർക്കുകയിൽ ഇപ്രകാരമാണ് അത് ഭൂതപ്രഘാതമായിട്ട് മാറുന്നത്. പിന്നെയോ ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഇപ്പോൾ ഗുരു അറിവെന്നും ബോധമെന്നൊക്കെ പറയുന്നത് ഈ പരമ്പൊരുളിൽ മാത്രമാണ്. ദൈവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ ഈ ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത്. ബോധത്തിൽ നിന്ന് ഈ പരമ്പൊരുളിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് ലയിച്ചു പോകുന്നു. പാദസ് പോലെ. അപ്പോൾ മരുസ്ഥലത്തെ പാദസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ മരുഭൂമിയിലെ ജലം പോലെ. മരുഭൂമിയിൽ ജലമില്ല എന്നറിയാം. അപ്പോൾ മരുഭൂമിയിൽ ഈ മരീചിക, നമുക്ക് തടാകം ഒക്കെ കാണാനായിട്ട് നമുക്ക് അവിടെ പോകാത്തവർക്ക് പറ്റില്ല. അപ്പം നമ്മൾക്ക് കാണാൻ എവിടെയാണ് സൗകര്യം? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നല്ല വീതിയുള്ള റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറെ വണ്ടികളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ദൂരെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ വണ്ടി അടുത്ത് വരുന്നതനുസരിച്ച് ഇതിങ്ങനെ അകന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇല്ലാത്ത ജലത്തെ ഉണ്ടാക്കി കാണിക്കുകയാണ്. അതാണ് ഈ പറയുന്ന മരുസ്ഥലത്തെ ജലം, തടാകം. അപ്പോൾ മരുഭൂമിയിലൊക്കെയാണെങ്കിൽ തടാകം പോലെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ വിശകലന ബുദ്ധി, അല്ലെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണത് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വേറെ രീതിയിലേക്ക് മനസ്സിലാക്കുമ്പോഴോ, നമ്മൾ സുഖം തേടി ശാന്തി തേടി വെളിയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് അവനവനിലേക്ക് തന്നെ. അപ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള ഇതിനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ആണ് ഈ പറയുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ വിശകലനം ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ മാത്രമാണ് അതുവരെ നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച ഈ ലോകം, അല്ലെങ്കിൽ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇതിനെ പരിപൂർണമായിട്ട് നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അഭിജ്ഞയോടുകൂടി തള്ളിക്കളയാനല്ല. ഇത് നമ്മൾ അനുഭവിക്കുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഈ അറിവിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. അതാണ്. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ, അതിൽ ടെൻഷൻ അടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.